സ്തനത്തിൽ മുഴകളോ മറ്റ് രോഗലക്ഷണങ്ങളോ ഇല്ലാത്ത സ്ത്രീകളിൽ ചെയ്യുന്ന മാമോഗ്രഫിയാണ് നമ്മൾ സ്ക്രീനിങ് മാമോഗ്രഫി എന്ന് വിളിക്കുന്നത്. 40 വയസ്സ് മുതൽക്ക് തന്നെ സ്ത്രീകളിൽ വർഷത്തിൽ ഒരിക്കലോ 2 വർഷത്തിലൊരിക്കലോ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് നിങ്ങൾ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്നവരാണെങ്കിലാണ്. അതായത് ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓവറിയിലോ മറ്റു ബ്രസ്റ്റിലോ ക്യാൻസർ പണ്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ BRCA1 and 2 ജനറ്റിക് മ്യൂട്ടേഷൻ കണ്ടുവന്നിട്ടുള്ളവരാണെങ്കിൽ, അതല്ലെങ്കിൽ നെഞ്ചിൽ പണ്ട് റേഡിയേഷൻ ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ, ഇവരൊക്കെയാണ് ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ. ഇവരിൽ 25 വയസ്സ് മുതൽക്ക് തന്നെ ഓരോ വർഷവും ഇടവിട്ട് അൾട്രാസൗണ്ടും MRI സ്കാനിങ്ങും മാമോഗ്രഫിയും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. പലപ്പോഴും ഞങ്ങൾ നേരിടുന്ന ഒരു ചോദ്യമാണ് മാമോഗ്രാമിന് പകരം അൾട്രാസൗണ്ട് ചെയ്താൽ പോരെ എന്ന്. സ്തനത്തിൽ മുഴയുള്ള സ്ത്രീക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്താലും മാമോഗ്രഫി സ്കാനിങ് ചെയ്താലും ഒരു പരിധി വരെ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ ബ്രസ്റ്റിൽ മുഴയല്ലാതെ കണ്ടുവരുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് എസിമെട്രി, ആർക്കിടെക്ചറൽ ഡിസ്റ്റോർഷൻ, ചെറിയ ചെറിയ കാൽസിഫിക്കേഷൻസ് അഥവാ മൈക്രോ കാൽസിഫിക്കേഷൻ, ഇവയെല്ലാം പൂർണ്ണമായും നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഈ വ്യത്യാസങ്ങളെ എത്രയും നേരത്തെ സ്തനാർബുദം കണ്ടുപിടിക്കുന്നുവോ അത്രയും ലളിതവും ഫലപ്രദവുമായിരിക്കും അതിൻ്റെ തുടർന്നുള്ള ചികിത്സാ രീതി.